ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഏറ്റവും വേദനാജനകമായൊരു കാര്യമാണ് ടൗണുകളിൽ ഫുഡ് കൊടുക്കാൻ ചെല്ലുമ്പോഴുള്ളൊരവസ്ഥ. കാരണം അവർ എത്രയോ ദൂരെ നിന്നാണ് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഓടിയാണ് വരുന്നത്, വാഹനങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഓടിയാണ് വരുന്നത് അവർക്കൊരു പൊതി മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ മേടിക്കാൻ വേണ്ടി വന്ന് നമ്മൾ 100, 200, 500 കൊണ്ടുപോയാലും അതിൻ്റെ ഇരട്ടി ആളുകൾ അന്നേരത്തേക്ക് അവിടെ എത്തും. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര പേരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഈ ടൗണുകളിലൊക്കെ വിഷമിച്ച് നടക്കുന്നത്. എത്ര പേരാണ്. കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ആരും അങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ പോകുന്നു, ജസ്റ്റ് ഒരാളവിടെ ഇരിക്കുന്ന കാണുന്നു, ഒരു മരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാണുന്നില്ല, ഒരു കടവരാന്തയിൽ ഇരിക്കുന്ന കാണുന്നില്ല. ആ ഒരാളുടെ അടുത്തേക്ക് നമ്മളൊരു പൊതിയായിട്ട് ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ തൊട്ടടുത്ത് എത്ര പേരുണ്ടെന്ന്. പക്ഷെ നമ്മുടെ കണ്ണിൽ പെടാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എത്ര ഭക്ഷണം കൊണ്ട് നമ്മൾ പോയാലും നമ്മളെ ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. കാരണം അതിനേക്കാളപ്പുറം പിന്നെയും വിശന്നിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കരമായ ഒരു വിഷമമാണ് നമുക്കുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പേരെ നോക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം എവിടെയും തുടങ്ങണം. അവരെ നമുക്ക് അവരെ കുറച്ചും കൂടെ കരുതലോടെ അവരെയൊക്കെ കരുതണം. കാരണം അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരിക്കലും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരൊക്കെ പല പല സാഹചര്യങ്ങളിലൂടെ ഇവിടെ എത്തിയതാണ്. അപ്പം നമ്മളുടെ കടമ തന്നെയാണ്. ഇപ്പം എല്ലാവരും പറയും നമ്മുടെ കടമയല്ല എന്നല്ല, നമ്മുടെ കടമയാണ്. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. സർക്കാരാണ് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത്. അവർക്ക് അതുപോലത്തെ ഒരു കാർഡോ കാര്യങ്ങളോ എന്തെങ്കിലും റെഡിയാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് ആ കാർഡ് കൊണ്ട് ചെന്ന് ഇന്ന സ്ഥലത്തുനിന്ന് ഫുഡ് കിട്ടത്തക്ക രീതിയിൽ, ഭക്ഷണം കിട്ടത്തക്ക രീതിയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കേണ്ടത് സർക്കാർ തന്നെയാണ്. പക്ഷേ അത് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ എങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു നല്ല രീതിയിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തിന് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി എന്നുള്ള ചിന്ത നമുക്ക് നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടൗണിലൊക്കെ അതുപോലെ ഒരുപാട് പേരാണ്. പ്രത്യേക സാഹചര്യത്തിലൂടെ ആയിരിക്കും അവർ ഈ ടൗണിൽ എത്തിപ്പറ്റിയത്. പക്ഷേ എങ്കിലും അവർക്ക് ആ ഫുഡ് കൊടുക്കേണ്ട ഒരു കടമ നമ്മുടെയും കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാവരും പല മേഖലയിലൂടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.